തായ്ലൻഡ് കംബോഡിയ സംഘർഷം രൂക്ഷമാവുകയാണ്. തായ്ലൻഡിൽ കംബോഡിയ നടത്തിയ വ്യോമാക്രമണത്തിൽ 9 മരണം ഉണ്ടായിട്ടുണ്ട്. 14 പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. കംബോഡിയയിലെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് തായ്ലൻഡ് പ്രത്യാക്രമണവും നടത്തി. കംബോഡിയയുമായുള്ള നയതന്ത്ര ബന്ധം തായ്ലൻഡ് വിച്ഛേദിച്ചിരിക്കുന്ന സാഹചര്യവുമാണ്. അനുപമ ശ്രീദേവി കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. അനുപമ, കാര്യങ്ങൾ വഷളാവുന്ന സാഹചര്യം, ഇരുവിടങ്ങളിലും അശാന്തമായ സാഹചര്യം ഉണ്ടാവുന്നതാണ് കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ കണ്ടത്. ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്താണ്? ഏറ്റവും പുതിയ അപ്ഡേഷൻസ് എന്താണ്? സംഗീത, ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് 12 മരണമാണ് തായ്ലൻഡിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ 11 പേർ സാധാരണക്കാരാണ്. ഒരു 15 വയസ്സുള്ള കുട്ടിയും ഒരു 5 വയസ്സുള്ള കുട്ടിയും അടക്കം 11 സാധാരണക്കാർ തായ്ലൻഡിൽ കംബോഡിയയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പരിക്കേറ്റവരുടെ എണ്ണം ഇപ്പോൾ 15 അടുക്കുകയാണ്. തീർച്ചയായും ഒരു എസ്കലേഷനിലേക്കാണ്, ഒരു ഏറ്റുമുട്ടൽ രൂക്ഷമാകുന്ന ഒരു നിലയിലേക്കാണ് പോകുന്നത്. ഇന്നലെയാണ് ഈ എസ്കലേഷൻ ഒരു ഏറ്റുമുട്ടലിലേക്കുള്ള ഒരു വഴിയിലെത്തിയത്. അതിന് കാരണമായിട്ട് ഉണ്ടായത് ഇന്നലെ ഒരു കുഴിബോംബ് പൊട്ടിത്തെറിച്ച് 2 തായ് സൈനികർക്ക് പരിക്കേറ്റ നിലയുണ്ടായിരുന്നു. അതേ തുടർന്ന് ഇതിനകം തന്നെ മോശമായിരുന്ന ഒരു നയതന്ത്ര ബന്ധം പൂർണ്ണമായിട്ട് വിച്ഛേദിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് തായ്ലൻഡ് എത്തിയിരുന്നു. ബാങ്കോക്കിലെ തങ്ങളുടെ അംബാസിഡറെ തിരിച്ചു വിളിക്കുകയും അതുപോലെ കംബോഡിയൻ അംബാസിഡറെ പുറത്താക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അതേ തുടർന്നാണ് വ്യാഴാഴ്ച ഇന്ന് പുലർച്ചെ മുതൽ കംബോഡിയ റോക്കറ്റുകൾ ഉപയോഗിച്ച് B-12 എന്ന പേരുള്ള റോക്കറ്റുകൾ ഉപയോഗിച്ച് തായ്ലൻഡിലെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക്, അതിർത്തി ഗ്രാമങ്ങളിലെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തിയത്. ഈ ആക്രമണത്തിലാണ് ഇപ്പോൾ മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും തായ്ലൻഡിന്റെ ഭാഗത്തു നിന്നുള്ളൊരു തിരിച്ചടി എന്ന നിലയിലേക്ക് കംബോഡിയയിലെ പ്രാദേശിക സൈനിക കമാൻഡുകളിലേക്ക് ആക്രമണം നടത്തിയതായിട്ടും 2 സൈനിക കമാൻഡുകൾ തകർത്തതായിട്ടും തായ്ലൻഡ് അവകാശപ്പെട്ടിരുന്നു. ഈ ഒരു അവകാശവാദം കംബോഡിയ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് ഇപ്പോൾ ഈ തായ്ലൻഡ് കംബോഡിയ സംഘർഷത്തിന് നീണ്ട കാലത്തെ ചരിത്രമുണ്ട്, നൂറ്റാണ്ടുകളുടെ തന്നെ ചരിത്രമുണ്ട്. ഈ ഫ്രഞ്ച് അധിനിവേശനത്തിന് ശേഷം ഈ 2 രാജ്യങ്ങളുടെയും അതിർത്തി പുനർനിശ്ചയിക്കപ്പെട്ടത് മുതൽ ആരംഭിച്ച ഒരു അതിർത്തി അവകാശവാദങ്ങളും ഏറ്റുമുട്ടലുകളുമാണിത്. ഇക്കഴിഞ്ഞ മെയ് മാസത്തിലാണ് ഇത് ഏറ്റവും പുതിയൊരു എസ്കലേഷനിലേക്ക് അല്ലെങ്കിൽ രൂക്ഷമായിട്ടുള്ളൊരു ഘട്ടത്തിലേക്ക് എത്തുന്നത്. അന്നുണ്ടായത് ഈ 2 കംബോഡിയൻ സൈനികർക്ക് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് ഈ സാഹചര്യം മോശമാവുന്നത്. അതേ തുടർന്ന് കംബോഡിയ തായ്ലൻഡിലേക്കുള്ള കയറ്റുമതികൾ നിർത്തിവെക്കുകയും അതുപോലെ ഇന്റർനെറ്റ് സേവനങ്ങളും മറ്റ് ഊർജ്ജ ഇറക്കുമതികളൊക്കെ നിർത്തിവെക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു എസ്കലേഷൻ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് UN അടിയന്തരമായിട്ടൊരു യോഗം വിളിച്ചു ചേർക്കണമെന്ന് കംബോഡിയ ആവശ്യപ്പെടുന്നുണ്ട്. അതുപോലെ പ്രകോപനം തുടർന്നാൽ കടുത്ത നടപടികൾ പ്രതിരോധത്തിന്റെ ഭാഗമായി നേരിടേണ്ടി വരുമെന്ന് തായ്ലൻഡിന്റെ ഭാഗത്തുനിന്ന് മുന്നറിയിപ്പുണ്ട്. അതുപോലെ തന്നെ ചൈന ഇരു രാജ്യങ്ങളിലും ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കണ്ടെത്തണമെന്നുള്ള രീതിയിൽ ഈ ഒരു ഇടപെടൽ ആരംഭിച്ചിട്ടുമുണ്ട് അന്താരാഷ്ട്ര ലോകത്തിന്റെ ഭാഗത്തു നിന്നും. ശരി, അനുപമ ശ്രീദേവിയാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.